ഹായ് ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ചെറിയൊരു മത്തങ്ങയാണ്. കഴിഞ്ഞ വീഡിയോ ബീട്രൂട്ടിൻ്റെ ഫ്ലവറായിരുന്നു ചെയ്തത്. ഇത്തവണ ഇതിൽ കുറച്ച് ചെറുതായിട്ട് ഡീറ്റെയിൽ ചെയ്ത് കുറച്ച് ഫ്ലവേഴ്സ് തന്നെ ചെയ്യാമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ചെയ്തു തുടങ്ങിയാലോ. ഞാൻ ഇതിൽ ചെറിയ രീതിയിലൊരു റൗണ്ട് മാർക്ക് ചെയ്യുകയാണ്. റൗണ്ട് നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ നമുക്ക് റൗണ്ട് വെച്ചിട്ട് ഫ്ലവേഴ്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ചെറുതായിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ, കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോവാതെ റൗണ്ട് മാത്രം. ഞാൻ റൗണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അകത്തുനിന്ന് തന്നെ ഇങ്ങനെ റൗണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്, അകത്തുനിന്ന് ആ റൗണ്ട് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമുക്ക് ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ. നമ്മൾ റൗണ്ടിൽ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മളിങ്ങനെ അത് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ പുറത്തൂടെ ചെറുതായിട്ടത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ മത്തങ്ങയൊക്കെ കട്ട് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ഒരുപാട് കട്ടിക്ക് അകത്തോട്ട് കൊടുക്കില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അകത്ത് ഹോളായതുകൊണ്ട് ഈ കറക്റ്റ് കട്ട് ചെയ്തില്ലെങ്കിൽ അത് അത്രയും കട്ടായിപ്പോവും. പിന്നെ നമുക്കവിടെ ഫ്ലവറും കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിലിങ് ചെയ്യാൻ വേണ്ടി പുറത്തുനിന്നും കൂടെ ഞാൻ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അകത്തുള്ള ഫ്ലവേഴ്സ് നമുക്ക് ചെയ്ത് പോവാം. പുറത്തുനിന്ന് ആദ്യത്തെ പെറ്റൽ കൊടുത്തു, അകത്തുനിന്ന് കുറച്ച് ട്രിം ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഞാൻ ഫസ്റ്റ് പെറ്റൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത പെറ്റൽ അകത്തുനിന്ന് അടുത്തോട്ട് കട്ട് ചെയ്ത് പോവാം. രണ്ടാമത്തെ പെറ്റലായിട്ടുണ്ട്. ഇത്രയും ക്ലിയർ ആവുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ബാക്കി കട്ട് ചെയ്ത് പോയിട്ട് കാണിക്കാവേ. മൂന്നാമത്തെ പെറ്റലായി. നാലാമത്തെ പെറ്റലായിട്ടുണ്ട്. അഞ്ചാമത്തെ പെറ്റലായി.
മെൻഷൻ ചെയ്ത് ഇങ്ങനെയാണ് ഇപ്പോൾ ഫ്ലവർ ചെയ്തേക്കുന്നത്. ഇനി ഇതിൻ്റെ പുറത്തുള്ളത് മെൻഷൻ ചെയ്ത് ചെറിയ ചെറിയ പെറ്റൽ വരച്ച് ചെയ്ത് തുടങ്ങാം. ഞാൻ ആദ്യത്തെ പെറ്റിൽ കൊടുത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ പുറത്തു നിന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് അടുത്ത പെറ്റിൽ പോയേക്കുന്നത്. ഈ രീതിയിൽ അടുത്ത പെറ്റിൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോൾ സെൻറ്ററിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് അടുത്ത പെറ്റിലെടുക്കുക. നമുക്ക് അവിടെ തന്നെ താഴെ നിന്നൊരു ഓവൽ ഷേപ്പ് കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ചെയ്ത് പോകാൻ നല്ല രസമായിരിക്കും. പെറ്റിൽ കാണാനും നല്ല ഭംഗി കാണും. മെൻഷൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പെറ്റലിപ്പം ഈ രീതിയിലാണ് വരുന്നത്. ഫ്രണ്ട്സ്, മെൻഷൻ ചെയ്തിട്ട് ആദ്യത്തെ പൂ ഇങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ഇതുപോലെ തന്നെ ഒരു 4-5 പൂ കൂടെ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഫോണ് കൈപ്പിടിച്ച് ചെയ്യാനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഫുള്ളായിട്ട് എടുക്കാത്തത്. ഇപ്പം ഓരോ പെറ്റലിൻ്റെ അകത്തുകൂടെ തന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓരോ പെറ്റൽ ഇപ്പോൾ ഇങ്ങനൊരു ചെറിയൊരു ഹാഫ് ഡോം പോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മളിപ്പോൾ അടുത്ത് ഡീറ്റെയിലായിട്ട് തന്നെ ചെറിയൊരു പീസ് നമ്മൾ ട്രിം ചെയ്തെടുക്കും പെറ്റലായിട്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഹാഫിൽ നിന്ന് തന്നെയാണ് അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് അകത്തുനിന്നുള്ള ഒരു പെറ്റൽ ഞാനിപ്പോൾ എടുത്ത് കാണിക്കാം. പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അകത്തുനിന്ന് ഞാൻ ഇതിനകത്തൂടെ ഒരു പെറ്റൽ ഞാൻ എടുത്തിട്ടുണ്ട്. ആ പെറ്റലിൻ്റെ ഹാഫിൽ നിന്ന് അടുത്ത പെറ്റലിലേക്ക് ഓപ്പൺ ആക്കി കൊടുക്കണം. ഞാനിപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെയാണ് ഞാനിവിടെ പെറ്റൽ ഓരോന്ന് ഡീറ്റെയിലായിട്ട് ഇപ്പോൾ ഇങ്ങനെ ചെയ്തേക്കുന്നത്. കട്ട് ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഹാഫിൽ നിന്ന് എടുത്തിട്ടാണ് ഇപ്പോൾ കൈവെക്കുകയാണെങ്കിൽ ഹാഫ്, ഇതിൻ്റെ ഒരു ഹാഫ് ഈ കൊടുത്തേക്കുന്ന പെറ്റലിൻ്റെ ഹാഫിൽ നിന്ന് കട്ട് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്കാണ് അടുത്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ആ ഡീറ്റെയിൽ പറഞ്ഞതിൻ്റെ അകത്തുനിന്ന് ഹാഫിൽ നിന്ന് എടുത്തിട്ട് അടുത്ത പെറ്റൽ കട്ട് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ബാക്കി പെറ്റൽസ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ മെൻഷൻ ചെയ്തിപ്പോൾ 2 ഫ്ലവറാണ് ഇപ്പോൾ ചെയ്തെടുത്തിരിക്കുന്നത്. രണ്ടിൻ്റെയും പെറ്റൽ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കിതുപോലെ ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടി തന്നെ ചെയ്തെടുക്കാം.
ഡീറ്റെയിൽ ചെയ്ത് 3 പെറ്റിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ബാക്കി 2-3 പെറ്റിലൂടെ 2-3 ഫ്ലവേഴ്സും കൂടെ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് 3 ഫ്ലവേഴ്സാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതൊന്ന്, 2, 3. ഇതിൽ നമുക്കൊരു 2 ഫ്ലവേഴ്സും കൂടെ ചേർക്കാം, 2-3 ഫ്ലവേഴ്സും കൂടെ. എന്നിട്ട് നമുക്ക് കാണാം ഫൈനൽ. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് ഫൈനൽ റിസൾട്ട്. നമ്മൾ നേരത്തെ എടുത്ത പംകിനെ തന്നെ നമ്മളിപ്പം 5 ഫ്ലവേഴ്സാണ് ചെയ്തേക്കുന്നത്. 1, 2, 3, 4, 5 ഫ്ലവേഴ്സ്. ഇതാണ് ഫൈനൽ റിസൾട്ട്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.